ആയിരിക്കുന്നു ബ്രാഹ്മണകുമാരന്മാരെ അക്ഷരവിദ്യ ആയുധത്തിൽ പഠിപ്പിക്കുന്നു. ഒരു നേരത്ത് സൂര്യഭഗവാനോട് പറഞ്ഞത്, സൂര്യ ഭഗവാനെ എനിക്കായിരിക്കുന്നു കുറഞ്ഞ ഒരു അക്ഷരവിദ്യ ആയുധത്തിൽ പറഞ്ഞിരിക്കണം എന്നതിനെയോട്ട് കേൾക്കുന്നു. ഒരു നേരത്ത് സൂര്യ ഭഗവാനോട് പറഞ്ഞു, മകനെ ഞാനായിരിക്കുന്നു ബ്രാഹ്മണകുമാരന്മാരെ അല്ലാതെ മറ്റാരെയും വേദങ്ങൾ ഉപനിഷത്തുകളൊന്നും ഞാനും പഠിപ്പിക്കില്ല മകനെ എന്ന വണ്ണം മരളി പറയുന്നു. ഒരു നേരത്ത് ഹനുമാനരളി പറഞ്ഞു, ഭഗവാനെ അങ്ങായിരിക്കുന്നു തേര് മുന്നിലേക്ക് തെളിക്കുമ്പോ ഞാനായിരിക്കുന്നു പിന്നിലേക്ക് പറന്ന് വേദങ്ങൾ ഉപനിഷത്തുകൾ ഞാനും പഠിച്ചുറച്ചോണ്ട് എന്റെ ഭഗവാനെ എന്ന വണ്ണം മരളി പറയുന്നു. ഒരു നേരത്ത് സൂര്യഭഗവാനായിരിക്കുന്നു തേർ മുന്നോട്ട് തെളിക്കുന്നു. ഒരു നേരത്ത് ഹനുമാനായിരിക്കുന്നു പിന്നിലേക്ക് പറന്നു വേദങ്ങൾ ഉപനിഷത്തുകളൊക്കെ പഠിക്കുന്നു. ഒരു നേരത്ത് അക്ഷരാവിദ്യ പഠിച്ചു, ആയുധവിദ്യകളൊക്കെ പഠിച്ചു. ഒരു കാലത്ത് അക്ഷരാവിദ്യകൾ ആയുധവിദ്യകൾ പഠിച്ചുറയ്ക്കുമ്പോ മകനായിരിക്കുന്നു സൂര്യഭഗവാനുള്ളിൽ പറഞ്ഞ, മകനെ അയ്യോ എന്റെ ഭഗവാനെ ഞാനായിരിക്കുന്നു അക്ഷരാവിദ്യ ആയുധവിദ്യകൾ പഠിച്ചു, വേദങ്ങൾ ഉപനിഷത്തുകൾ ഞാനും പഠിച്ചുറച്ചു. ആയുധനെ കൊണ്ട് അങ്ങ് ആയിരിക്കുന്നു എന്നോട് വലങ്കയാലെ ആയിരിക്കുന്നു ഗുരുദക്ഷിണ സ്വീകരിച്ചേ മതിയാകുള്ളൂ എന്ന വണ്ണം മരളി പറയുമ്പോ അപ്പോഴായിരിക്കുന്നു സൂര്യഭഗവാൻ ഹനുമാനോട് നിന്നരളി പറയുന്ന കാലം. അയ്യോ എന്റെ മകനെ നീ ആയിരിക്കുന്നു എനിക്കായിരിക്കുന്നു ഗുരുദക്ഷിണ തരേണ്ട മകനെ, നീ ആയിരിക്കുന്നു ഭൂമി ലോകം ഭൂവാരത്ത് കീഴടങ്ങേണ്ട മകനെ, ഭൂമി ലോകം ഭൂവാരത്തായിരിക്കുന്നു. എന്റെ മകനായ സുഗ്രീവൻ ബാലിയെ പിടിച്ചു ഋഷിമുഖം എന്ന പർവ്വതത്തിലായിരിക്കുന്നു ഒളിച്ചു കഴിയുന്നുണ്ട് മകനെ. ആയതിനെ കൊണ്ട് നീയായിരിക്കുന്നു സുഗ്രീവ സന്നിധിയിലേക്ക് വഴി ചെല്ലണം. സുഗ്രീവനായിരിക്കുന്നു മന്ത്രിയായി നീ അധിവസിക്കണം മകനെ എന്ന വണ്ണം പറയുന്നു. ഒരു നേരത്ത് സൂര്യഭഗവാനോട് അണികൂട്ട യാത്ര കൈവഴങ്ങി മകനായിരിക്കുന്നു ഭൂമി ലോകം ഭൂവാരങ്ങൾ നോക്കി കീഴടർന്നു ഹനുമാനും. അങ്ങനെ ഇന്ദ്രലോകം കടന്ന് മന്ത്രലോകം ദേവലോകം സ്വർഗലോകങ്ങളും കടന്ന് ഈ 74 ലോകങ്ങളും കടന്ന് വഴി പോകുന്നു. ഒരു നേരത്ത് കാടായ കാട് നടന്നു മേടായ മേട് നടന്നു മകനായിരിക്കുന്നു ഋഷിമുഖം എന്ന പർവ്വതത്തിലോടെ വഴി ചെല്ലുന്നു. ഒരു നേരത്ത് സുഗ്രീവനെ നീട്ടി വിളി പകരുമ്പോ സുഗ്രീവനായിരിക്കുന്നു വിളിയാലെ വിളി കേൾക്കുമ്പോ പുറത്തില്ലം പുറശാല് വന്ന് നോക്കുന്നു. ഒരു നേരത്ത് മകനെ കാണുമ്പോ ചോദിച്ചു, എങ്ങ് നിന്ന് വരുന്നു, എന്തിനെ കൊണ്ടാണ് ഇവിടേക്ക് വന്നു, ഒരു കാര്യം എന്തേന്ന് ചോദിക്കുമ്പോ ഹനുമാനരുളി പറഞ്ഞു, മകനെ ഞാനായിരിക്കുന്നു അങ്ങയുടെ പിതാവായ സൂര്യഭഗവാന്റെ അരികിൽ നിന്ന് വഴി പോരുന്നു. ഞാനായിരിക്കുന്നു കുറഞ്ഞ ഒരു അക്ഷരവിദ്യ ആയുധത്തിൽ പഠിച്ചു, ആയിരിക്കുന്നു ഞാനും വഴി പോരുന്നു. ഒരു നേരത്ത് ഗുരുദക്ഷിണയായി ഞാൻ പിതാവിനരികിലേക്ക് വഴി ചെല്ലുമ്പോ പിതാവ് പറഞ്ഞു, മകനെ നീ ആയിരിക്കുന്നു ഭൂമി ലോകം ഭൂവാരത്ത് കീഴടങ്ങടാ, സുഗ്രീവന് മന്ത്രിയായി ഇനി വളരണം എന്ന് വണ്ണം പട പറഞ്ഞു ഞാനും വഴി പോന്നു. ആയതിനെ കൊണ്ട് ഞാനായിരിക്കുന്നു നിങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നു മന്ത്രിയായി അണി വളർന്നുകൊണ്ട് മകനെ എന്ന വണ്ണം മരളി പറയുന്നു. ഒരു നേരത്ത് സുഗ്രീവനായിരിക്കുന്നു ഹനുമാനെ മന്ത്രിയായി അങ്ങനെ അണി വളരുന്ന കാലം. അന്നാളിലായിരിക്കുന്നു ശ്രീരാമ ഭഗവാനും ലക്ഷ്മണനുമായിരിക്കുന്നു സീതാദേവിയും ഒത്തുവഴിയാല വഴി പോരുന്ന. ഒരു നേരത്ത് അയോധ്യയിൽ നിന്നായിരിക്കുന്നു വനവാസയാത്രയ്ക്ക് വഴി പോരുന്ന. ഒരു നേരത്ത് ശ്രീരാമ ഭഗവാനായിരിക്കുന്നു വഴിയാല വഴി പോരുമ്പോ ലക്ഷ്മണകുമാരനൊത്തവരായിരിക്കുന്നു പഞ്ചവടിയോടെ വഴി ചെന്നു. പഞ്ചവടിയിലായിരിക്കുന്നു പർണശാലൽ കെട്ടി അവരെങ്ങനെ അണി വളരുന്നു. ഒരു കാലത്തായിരിക്കുന്നു അന്നാളിലായിരിക്കുന്നു മാരീജൻ ഒന്മാനുടെ മായ രൂപങ്ങളും അവതരിച്ചു പഞ്ചവടിയിലേക്ക് വഴി ചെല്ലുന്നു. ഒരു നേരത്ത് മാനിനെ കണ്ടു സീതാദേവി പറഞ്ഞു, ഭഗവാനെ സ്വർണ്ണ നിറമുള്ള പഞ്ചവർണ്ണ നിറമുള്ള മാനിനെ ആയിരിക്കുന്ന അങ്ങ് എനിക്ക് പിടിച്ചു തന്നേ മതിയാകുള്ളൂ എന്നതിനെയൊട്ട് കേൾക്കുന്നു. ഒരു നേരത്ത് ശ്രീരാമ ഭഗവാനായിരിക്കുന്നു മാനിനെ തേടി വഴി പോകുന്നു. ഒരു നേരത്ത് അങ്ങനെ വഴിയാൽ വഴി പോകുമ്പോ ആനായിരിക്കുന്നു കാടായ കാടിനുള്ളിൽ വനത്തിലെങ്ങനെ പറയുന്നു. ഒരു നേരത്ത് അന്നാളിലായിരിക്കുന്നു സീതാദേവിയുടെ പറഞ്ഞ്, ലക്ഷ്മണകുമാര
ഭഗവാനായിരിക്കുന്നു മാനിനെ തേടി വഴി പോയിട്ട് കാണാനില്ല മകനെ. നീയായിരിക്കുന്നു ശ്രീരാമ ഭഗവാനെ തേടി വഴി പോകാനട മകനെ എന്ന വണ്ണം മരളി പറയുന്നു. ഒരു നേരത്ത് ലക്ഷ്മണനായിരിക്കുന്നു പർണശാലി ലക്ഷ്മണ രേഖ വരച്ചു. ലക്ഷ്മണകുമാരൻ അങ്ങനെ വഴി പോകുന്ന കാലം അന്നാളിലായിരിക്കുന്നു ശ്രീരാമ ഭഗവാൻ അങ്ങനെ വഴി പോകുന്ന ഒരു നേരത്ത് മാനിനെയായിരിക്കുന്നു ലക്ഷ്യം വച്ചു അസ്ത്രത്താൽ എയ്യുന്ന ഒരു നേരത്ത് അസ്ത്രം ധരിച്ചു മാനായിരിക്കുന്നു മാരിജൻ. മായാസുരഗുണവതരിച്ചു ലക്ഷ്മണ ലക്ഷ്മണ എന്ന് വിളിച്ചു മകൻ. മാരീജൻ അങ്ങനെ മറയുന്ന ഒരു നേരത്തായിരിക്കുന്നു ലക്ഷ്മണകുമാരൻ വഴി ചെല്ലുമ്പോ അന്നാളിലായിരിക്കുന്ന ലങ്കാധിപനായ രാവണനായിരിക്കുന്നു പർണശാലയിലേക്ക് വഴി ചെല്ലുന്ന ഒരു നേരത്ത് സീതാദേവിയെ തേടി വഴി ചെല്ലുന്ന ഒരു നേരത്ത് രാവണനായിരിക്കുന്നു ഒന്നല്ലോ വേഷങ്ങൾ അവതരുത്തു. വൃദ്ധബ്രാഹ്മണന്റെ സുരഗുണം അവതരുത്തു ഭിക്ഷാടനത്തിന് അങ്ങനെ വഴി ചെല്ലുന്ന ഒരു നേരത്ത് സീതാദേവി ആയിരിക്കുന്നു ലക്ഷ്മണ രേഖ മറയുന്ന ഒരു നേരത്ത് പഞ്ചവടിയോടെയായിരിക്കുന്നു ശ്രീരാമന്റെ പഞ്ചവടിയോടെ വഴിയാളെ വഴി ചെന്നു രാവണനായിരിക്കുന്നു സീതാദേവി എടുത്തു പർണശാലയോടെ ഇളക്കി മറിച്ചായിരിക്കുന്നു പുഷ്പവിവാഹനത്തിൽ അങ്ങനെ ലക്ഷ്മണ രേഖയിൽ നിന്ന സീതാദേവിയെ കൊണ്ടു രാവണൻ അങ്ങനെ വഴി പോകുന്ന ഒരു നേരത്ത് അന്നാളിലായിരിക്കുന്നു സീതാദേവിയെ തേടി രാമനും ശ്രീരാമലക്ഷ്മണന്മാരങ്ങനെ വഴി ചെല്ലുന്ന കാലം അങ്ങനെ വഴിയാൽ വഴി ചെല്ലുന്ന ഒരു നേരത്ത് ലക്ഷ്മണകുമാരനായിരിക്കുന്നു ശ്രീരാമസന്നിധിയിലേക്ക് വഴി ചെല്ലുമ്പോ ശ്രീരാമ ഭഗവാൻ ചോദിച്ചു, എന്തിനെ കൊണ്ടാണ് മകനെ, ഏതിനെ കൊണ്ടാണ് എന്നെ നേടി വഴി പോകുന്ന കാര്യം എന്ത് എന്ന് ചോദിക്കുന്ന ഒരു നേരത്ത് സീതാദേവി പറഞ്ഞായിരിക്കുന്നു ഞാൻ വഴി പോന്നു ഭഗവാനെ എന്ന വണ്ണം മുരളി പറയുമ്പോ അവിടെ നിന്ന് രണ്ടുപേരും കൂടി ആയിരിക്കുന്നു പഞ്ചവടിയിലേക്ക് വഴി ചെല്ലുന്ന ഒരു നേരത്ത് സീതാദേവിയെ കാണാൻ കണ്ട ലക്ഷ്മണകുമാരൻ മുമ്പ് ശ്രീരാമ ഭഗവാനായിരിക്കുന്നു വഴി ചെല്ലുമ്പോ സീതാദേവിയെ തേടി കാടായ കാട് നടന്നു മേടായ മേട് നടന്നു അവരങ്ങനെ വഴി പോരുന്ന ഒരു നേരത്തായിരിക്കുന്നു ഋഷിമുഖം എന്ന പർവ്വതത്തിൽ വഴി ചെല്ലുന്ന ഒരു നേരത്ത് അവരായിരിക്കുന്നു വഴി ചെല്ലുന്ന ഒരു നേരത്ത് സുഗ്രീവനായിരിക്കുന്നു കണ്ടറിയുമ്പോ വീരഹനുമാനെ നേടി വഴി പറഞ്ഞു മകനെ വരുന്നവരാരെന്ന് പോയെറിഞ്ഞേ മതിയാകുള്ളൂ എന്നതിനെ ഇടപെട പറയുമ്പോ ഹനുമാനായിരിക്കുന്നു ഒന്നല്ലോ പടുവൃദ്ധന്റെ ശ്രവണോദരത്ത് ശ്രീരാമസന്നിധിയിലേക്ക് വഴി ചെല്ലുന്ന ഒരു നേരത്ത് ശ്രീരാമലക്ഷ്മണന്മാരുടെ അടിയിലേക്ക് വഴി ചെല്ലുമ്പോ ശ്രീരാമലക്ഷ്മണന്മാരോട് ചോദിച്ചു, എന്തിനെ കൊണ്ടാണ് ഏതിനെ കൊണ്ടാണ് കാടായ കാട് നടന്ന് മേടായ മേട് നടന്ന് അലയുന്ന കാര്യം എന്ത് എന്ന് ചോദിക്കുമ്പോ വൃദ്ധബ്രാഹ്മണന്റെ വാക്കും വചനങ്ങൾ കേൾക്കുന്ന ഒരു നേരത്ത് ശ്രീരാമ ഭഗവാനകളെ പറഞ്ഞു, അയ്യോ എന്റെ ബ്രാഹ്മണനാ ഞാനായിരിക്കുന്നു എന്റെ ഭക്തിയായ സീതാദേവിയെ തേടി വഴി പോരുന്നു എന്ന വണ്ണം മുരളി പറയുമ്പോ വൃദ്ധബ്രാഹ്മണന്റെ ആയിരിക്കുന്നു കർണാഭങ്ങൾ കാണുന്ന ഒരു നേരത്ത് ശ്രീരാമ ഭഗവാൻ ചോദിച്ചു, കർണാഭങ്ങൾ കാണുമ്പോ ചോദിച്ചറിയുന്ന ഒരു കാലത്ത് അപ്പോഴായിരിക്കുന്നു ഹനുമാനായിരിക്കുന്നു പൂർവചരിതങ്ങളെടുത്തു മകനായിരിക്കുന്നു ഭഗവാൻ ഹനുമാനായിരിക്കുന്നു വഴി ചെല്ലുന്ന ഒരു നേരത്ത് ശ്രീരാമനോട് മുരളി പറഞ്ഞു, അയ്യോ എന്റെ ഭഗവാനെ സുഗ്രീവനായിരിക്കുന്നു വാനര രാജാവായ ബാലിയെ പേടിച്ചു ഋഷിമുഖം എന്ന പർവ്വതത്തിൽ അങ്ങനെ ഒളിച്ചു കഴിയാണ് മകനെ എന്ന് വണ്ണം മുരളി പറയുമ്പോ സുഗ്രീവ സന്നിധിയിലേക്ക് വഴിയാൽ വഴി പോരേണം എന്റെ ഭഗവാനെ എന്ന വണ്ണം മുരളി പറയുമ്പോ ഹനുമാനായിരിക്കുന്നു ശ്രീരാമലക്ഷ്മണന്മാരെ കൊണ്ട് സുഗ്രീവ സന്നിധിയിലേക്ക് അങ്ങനെ കൊണ്ടു ചെല്ലുന്ന കാലം അങ്ങനെ സുഗ്രീവ സന്നിധിയോടെ വഴി ചെല്ലുന്ന ഓരോ നേരത്ത് സുഗ്രീവനോട് ചോദിച്ചു, എന്തിനെ കൊണ്ടാണ് മകനെ ഏതിനെ കൊണ്ടാണ് നീ ഋഷിമുഖം എന്ന പർവ്വതത്തിൽ ഒളിച്ചിരിക്കുന്ന കാര്യം എന്ത് എന്ന് ചോദിക്കുമ്പോ സുഗ്രീവനോട് പറഞ്ഞു, എന്റെ ഭഗവാനെ എന്റെ ജ്യേഷ്ഠനായ ബാലിയെ മേടിച്ചു ഞാനായിരിക്കുന്നു ഋഷിമുഖം എന്ന പർവ്വതത്തിൽ ഒളിച്ചു കഴിയാണ് ഭഗവാനെ ബാലിയെ വധിച്ചു എനിക്കായിരിക്കുന്നു കിഷ്കിന്റെ രാജാവായി എന്നെ അഭിഷേകം ചെയ്തു എന്ന് വന്നാലും ഞാനായിരിക്കുന്നു സീതാദേവിയെ കണ്ടുപിടിച്ച് എന്നുകൊണ്ടിരിക്കേണ്ട എന്റെ ഭഗവാനെ എന്ന് വണ്ണം മരളി പറയുമ്പോ അപ്പോഴായിരിക്കുന്നു ശ്രീരാമൻ സുഗ്രീവനായിരിക്കുന്നു സഖ്യങ്ങൾ ചേരുന്ന ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു ശ്രീരാമ ഭഗവാൻ സുഗ്രീവനോട് പറഞ്ഞത്, സുഗ്രീവ നീയായിരിക്കുന്നു കിഷ്കിന്ധയോടെ വഴി ചെല്ലണം
വാനര രാജാവായ ബാലിയെ പോരി വിളിക്കണം മകനെ എന്ന് വണ്ണം മരളി പറയുന്ന കാലം. അങ്ങനെ ശ്രീരാമ ഭഗവാന്റെ വാക്കും വചനങ്ങൾ കേൾക്കുമ്പോ സുഗ്രീവനായിരിക്കുന്നു കിഷ്കിന്ധയോടെ വഴി ചെല്ലുന്ന ഒരു നേരത്ത് വാനര രാജാവായ ബാലിയെ നേടി പോര് വിളിക്കുന്ന ഒരു നേരത്ത് ബാലിയായിരിക്കുന്നു. സുഗ്രീവനുടെ വാക്കും വചനങ്ങൾ കേൾക്കുമ്പോ ബാലിയായിരിക്കുന്നു. സുഗ്രീവനും കുടിയുദ്ധങ്ങൾ തുടങ്ങുന്ന ഒരു നേരത്ത് കൃഷ്ണന്മാരാ നിന്ന് ശ്രീരാമനായിരിക്കുന്നു കണ്ടറിയുന്ന ഒരു നേരത്ത് ബാലിയാര് സുഗ്രീവനാരറിയാതെ കണ്ട് ശ്രീരാമ ഭഗവാനാകെ വഴങ്ങുന്ന ഒരു നേരത്തായിരിക്കുന്നു. അപ്പോഴായിരിക്കുന്നു ഭഗവാൻ വഴി പോരുമ്പോ സുഗ്രീവനായിരിക്കുന്നു ഭാര്യയുടെ വലങ്കയിൽ നിന്ന് വഴിയാല വഴി പറഞ്ഞു. ഓടി വഴിയാല വഴി പോരുന്ന ഒരു നേരത്ത് ഋഷിമുഖം എന്ന പർവ്വതത്തിലൂടെ വഴിയാല വഴി ചെല്ലുമ്പോ ഭഗവാനരയിലേക്ക് ഓടിച്ചെന്ന് ഭാര്യയോടപ്പോഴായിരിക്കുന്നു സുഗ്രീവൻ ചോദിച്ചു, ഭഗവാനെ അങ്ങ് പറഞ്ഞിട്ടല്ല ഞാനായിരിക്കുന്നു ബാലിയെ പോരി വിളിച്ചത് ഭഗവാനെ എന്ന വണ്ണം മരളി പറയുമ്പോ സുഗ്രീവനോട് ശ്രീരാമ ഭഗവാൻ അരളി പറഞ്ഞ അയ്യോ എന്റെ സുഗ്രീവ, നീ ആയിരിക്കുന്നു എന്റെ ജ്യേഷ്ഠനായ ബാലിയൊത്ത് യുദ്ധങ്ങൾ തുടങ്ങുന്ന ഒരു നേരത്ത് നീ ആര് ബാലിയാരെന്നറിയാതെ ഞാനും ആകെ കുഴങ്ങി. ആയതിനെ കൊണ്ട് നീ ആയിരിക്കുന്നു രണ്ടാമത് പോരിന് വഴി പോകണം മകനെ. ഞാനായിരിക്കുന്നു നെയ്തെടുത്ത പൂമാലയണിഞ്ഞു നീ ആയിരിക്കുന്നു ബാലിയെ പോരി വിളിക്കണം എന്നതിനെയൊട്ട് പട പറയുന്നു ഒരു നേരത്ത് സുഗ്രീവനായിരിക്കുന്നു ഭഗവാനും ഒന്നല്ലോ പൂമാലയാല നെയ്തൊരുക്കി കൊടുക്കുന്ന ഒരു നേരത്ത് ആ മാല കഴുത്തിലണഞ്ഞു സുഗ്രീവനായിരിക്കുന്നു രണ്ടാമതും കിഷ്കിന്ധയിലേക്ക് വഴി ചെല്ലുന്ന കാലം. അപ്പോഴായിരിക്കുന്നു ശ്രീരാമന്റെ നിർദ്ദേശമനുസരിച്ച് മകൻ അങ്ങനെ വഴി ചെല്ലുന്ന ഒരു നേരത്ത് ബാലിയെ രണ്ടാമത് പോര് വിളിക്കുമ്പോ ഭാര്യയായിരിക്കുന്നു വഴി ചെല്ലുന്ന ഒരു നേരത്ത് സുഗ്രീവനെ കണ്ടറിയുമ്പോ സുഗ്രീവനും ഭാര്യയായിരിക്കുന്നു യുദ്ധങ്ങൾ തുടങ്ങുന്ന ഒരു നേരത്ത് ശ്രീരാമ ഭഗവാനായിരിക്കുന്നു വൃക്ഷമറ നിന്നു ബാലയെ ഒളിയമ്പിനാലെ ചെയ്യുന്ന ഒരു നേരത്ത് ബാലയുടെ മാറിലായിരിക്കുന്നു ഒളിയമ്പിനാലെ ഭഗവാൻ ഹനുമാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഭൂമിയിൽ വീണു പോകുന്ന ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു ശ്രീരാമ ഭഗവാൻ ഓടിച്ചെന്ന് ബാലിയെ എടുത്തു ഭഗവാന്റെ തൃത്തുടയിൽ കൊണ്ടുവയ്ക്കുന്നു ഒരു നേരത്ത് ബാലിയായിരിക്കുന്നു ശ്രീരാമ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ എന്തിനെ കൊണ്ടാണ് ഏതിനെ കൊണ്ടാണ് അങ്ങനെ വധിക്കുവാൻ കാരണം എന്ത് വന്നോണം ചോദിക്കുന്നു ഒരു നേരത്ത് ശ്രീരാമ ഭഗവാനോട് പടപടഞ്ഞ എന്റെ മകനെ അറിയാതെ ചെയ്തു പോയ അപരാധം പൊറുക്കണ മകനെ. ഞാനായിരിക്കുന്നു മാരുതറച്ച അസ്ത്രമായിരിക്കുന്നു ഊരിയെടുത്തു നിനക്ക് ഞാൻ ജീവൻ തന്നിരിക്കാം മകനെ എന്ന വണ്ണം മുരളി പറയുമ്പോ ബാല്യരിൽ പറഞ്ഞു, ഭഗവാനെ നിങ്ങളായിരിക്കുന്നു എനിക്ക് രണ്ടാമത് ജീവൻ നൽകി എന്ന് വന്ന ഞാനായിരിക്കുന്നു വടുബാലിയായി തീർന്നു പോകുമെന്റെ ഭഗവാനെ. അതിനെ കൊണ്ട് അങ്ങയുടെ വലങ്കായി ആലായിരിക്കുന്നു എനിക്ക് ശാപമോഷങ്ങൾ തന്നേ മതിയാകുള്ളൂ എന്ന വണ്ണം മുരളി പറയുമ്പോ ഭഗവാനെ അങ്ങ് എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ലങ്കാധിപനായ രാവണനെ ആയിരിക്കുന്നു ലങ്കയോടെ പറിച്ചത് അങ്ങയുടെ മുന്നിൽ കാഴ്ചവെച്ചെന്നെ ഭഗവാനെ എന്ന വണ്ണം മുരളി പറയുമ്പോ അപ്പോഴായിരിക്കുന്നു ശ്രീരാമന്റെ വലങ്കയ്യാലെ ബാലി എങ്ങനെ മരണമടയുന്ന ഒരു നേരത്ത് സുഗ്രീവനെ ആയിരിക്കുന്നു കിഷ്കിന്ധ രാജാവായി അങ്ങനെ അഭിഷേകം ചെയ്യുന്ന ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു ബാലിയുടെ പുത്രനായ അംഗദനെ യുവരാജാവായി അങ്ങനെ അഭിഷേകം ചെയ്യുന്ന ഒരു നേരത്ത് സുഗ്രീവനായിരിക്കുന്നു കിഷ്കിന്ധയുടെ രാജാവായി അങ്ങനെ അണിവളരുന്ന കാലം. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുന്ന ഓരോ നേരത്ത് ലക്ഷ്മണകുമാരനായിരിക്കുന്നു ശ്രീരാമ ഭഗവാൻ വെളിപ്പറഞ്ഞ ഭഗവാനെ നമ്മളോട് പറഞ്ഞ വാക്ക് സുഗ്രീവൻ പാലിക്കുന്നില്ല. ആയതിനെ കൊണ്ട് സുഗ്രീവനെ തൃത്തലരിഞ്ഞെടുത്ത് ഞാൻ അങ്ങയുടെ കാക്കിൽ കാഴ്ചവെച്ചേക്കാം എന്ന് വണ്ണമട പറഞ്ഞു. ലക്ഷ്മണകുമാരനായിരിക്കുന്നു സുഗ്രീവ സന്നിധിയിലേക്ക് വഴി പോകുന്ന ഒരു നേരത്ത് അകലെ വച്ചായിരിക്കുന്നു വീര ഹനുമാനായിരിക്കുന്നു ലക്ഷ്മണകുമാരന്റെ വരവിനെ കാണുമ്പോ സുഗ്രീവനോട് പറഞ്ഞു, സുഗ്രീവ വേഗം പോയി ലക്ഷ്മണകുമാരന്റെ കാക്കൽ വീണു മാപ്പപേക്ഷിച്ചേ മതിയാകുള്ളൂ എന്ന വണ്ണം മുരളി പറയുമ്പോ സുഗ്രീവനായിരിക്കുന്നു ഓടിച്ചെന്നു ലക്ഷ്മണകുമാരന്റെ തൃക്കാക്കൽ വീണു ആചരിക്കുന്നു. ഭഗവാനെ അങ്ങ് ലക്ഷ്മണകുമാര അറിയാതെ ചെയ്തു പോയ അപരാധം പുറത്തേ മതിയാകുള്ളൂ എന്ന വണ്ണം മുരളി പറയുമ്പോ ലക്ഷ്മണകുമാരൻ മുരളി പറഞ്ഞു, ജ്യേഷ്ഠനോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന് വന്ന
നിന്റെ തൃത്തലാരഞ്ഞെടുത്ത് അച്ഛജേഷന്റെ മുന്നിലായി ഞാൻ കാഴ്ചവെക്കും മകനെ എന്ന വണ്ണം മുരളി പറയുന്നു. ഒരു നേരത്ത് സുഗ്രീവനായിരിക്കുന്നു 70 വെള്ളം വാനരപ്പടകളെ നേടി വിളിച്ചു. വാനരപ്പടകളെ നേടി വിളിക്കുന്നു. ഒരു നേരത്ത് സുഗ്രീവ സന്നിധിയിലായിരിക്കുന്നു. വാനരപ്പടകൾ അങ്ങനെ വന്നു ചേരുന്ന കാലം അങ്ങനെ വാനരപ്പടകളെയായിരിക്കുന്നു സുഗ്രീവനായിരിക്കുന്നു. 4 ദിക്ക് നോക്കിയായിരിക്കുന്നു സീതാദേവിയെ തേടി വഴി പോകുവാൻ പറയുന്ന ഒരു നേരത്ത് ദക്ഷിണാദിക്കിലേക്കായിരിക്കുന്നു ജാമ്പുവാൻ, നീലൻ, ഹനുമാൻ, അങ്കിതം തുടങ്ങിയ വാനര പ്രമുഖന്മാർ നിരനിരക്കുന്ന ഒരു നേരത്ത് ശ്രീരാമ ഭഗവാനായിരിക്കുന്നു ഹനുമാനെ നേടി വിളിച്ചു. മകനെ, നീയായിരിക്കുന്നു സീതാദേവിയെ കണ്ടുപിടിച്ചെന്ന് വന്ന അങ്കുലിയെ നൽകേണ്ട മകനെ എന്ന വണ്ണം മുരളി പറയുന്നു. ഒരു നേരത്ത് ദക്ഷിണാദിക്ക് നോക്കി അങ്ങനെ വഴി പോകുമ്പോ അപ്പോഴായിരിക്കുന്നു ശ്രീരാമ ഭഗവാനോട് അനുകുടയാത്തിൽ കൈവഴങ്ങി, ലക്ഷ്മണകുമാരനോട് അനുകുടയാത്തിൽ കൈവഴങ്ങി ഹനുമാനായിരിക്കുന്നു വഴി പോകുമ്പോ ദക്ഷിണാദിക്ക് നോക്കി അങ്ങനെ വാനരപ്പടകൾ അങ്ങനെ വഴി പോകുന്ന കാലം ഭഗവാൻ ഹനുമാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കാടായ കാട് നടന്നു, മേടായ മേട് നടന്നു, ഇടിച്ചാലുകൂട വേറെ 6 കടന്ന് വഴി ചെല്ലുമ്പോ സീതാദേവിയെ തേടി വഴി പോരുന്ന ഒരു നേരത്ത് ദക്ഷിണാദിക്ക് നോക്കി അങ്ങനെ വഴി ചെല്ലുന്ന ഒരു നേരത്ത് കടലിന്റെ തീരത്തോടെ വഴി ചെല്ലുന്ന ഒരു നേരത്ത് ഒന്നല്ലോ ഗുഹാമുഖം കണ്ടറിയുമ്പോ ഗുഹാമുഖത്തോടെ വഴി ചെന്നു. അപ്പോഴായിരിക്കുന്നു വാനരപ്പടകൾ കരഞ്ഞ് കമരം പൊഴിയുന്ന ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു ജാമ്പുവാൻ അരുളി പറഞ്ഞു, നമ്മളായിരിക്കുന്നു സീതാദേവിയെ കണ്ടുപിടിച്ച് ചെന്നില്ല എന്ന് വന്ന സുഗ്രീവന്റെ വാളിന് നമ്മളൊക്കെ ആയിരിക്കുന്നു ഇരയാകുപോകും എന്ന വണ്ണം പറഞ്ഞു കരയുന്ന ഒരു നേരത്ത് ഗുഹയുള്ളിലായിരിക്കുന്നു സമ്പാദി എന്ന പക്ഷിശ്രേഷ്ഠൻ കേട്ടറിയുന്ന ഒരു നേരത്ത് വാനരന്മാരുടെ കരച്ചിൽ കേൾക്കുമ്പോ സമ്പാദിയായിരിക്കുന്നു വഴി ചെല്ലുന്ന ഒരു നേരത്ത് ചോദിച്ചു, ഇതിനെ കൊണ്ടാണ് ഇവിടെ ഇരുന്ന് കരഞ്ഞ് കമ്പരം പൊഴിയുന്ന കാര്യം എന്ത് ചോദിക്കുമ്പോ അപ്പോഴായിരിക്കുന്നു ജാമ്പവാനരുടെ പറഞ്ഞു, അയ്യോ എന്റെ പക്ഷിശ്രേഷ്ഠ, ഞങ്ങളായിരിക്കുന്നു കിഷ്കിന്റെ രാജാവായ സുഗ്രീവന്റെ വാനരപ്പടകളാണ് ഞങ്ങളായിരിക്കുന്നു. ശ്രീരാമ ഭഗവാന് സീതാദേവിയെ തേടി കാടായ കാട് നടന്നു, മേടായ മേട് നടന്നു, സമുദ്രതീരത്തോടെ വഴി ചെന്നു. ഭഗവാനെ, ആയതിനെ കൊണ്ട് സീതാദേവിയെ കണ്ടുപിടിച്ചില്ല എന്ന് വന്ന ഞങ്ങളായിരിക്കുന്നു സുഗ്രീവ സന്നിധിയിൽ ചെല്ലുന്നെന്ന് വന്ന സുഗ്രീവന്റെ വാളിന് ഞങ്ങൾ ഇരയായി പോകും എന്റെ പക്ഷിശ്രേഷ്ഠ എന്ന വണ്ണം മുരളി പറയുമ്പോ സമ്പാദിയായിരിക്കുന്നു ഉയർന്നു നോക്കുന്ന ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു സമുദ്രത്തിനക്കരെ ലങ്കാലാപനായ രാവണന്റെ കോട്ട ഗോപുരൽ കണ്ടറിയുന്ന ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു ശിവവൃക്ഷത്തണയിലായിരിക്കുന്നു സീതാദേവി ഇരിക്കുന്നത് കണ്ടറിയുമ്പോ അപ്പോഴായിരിക്കുന്നു ജാമ്പുവാനോട് പറഞ്ഞു, എന്റെ ജാമ്പുവാനെ, സമുദ്രതീരങ്ക ചാടിക്കടക്കണം മകനെ. സമുദ്രത്തിനക്കരയായിരിക്കുന്നു ലങ്ക അധിപനായ രാവണന്റെ കോട്ട ഗോപുരത്തിൽ കാണുന്നുണ്ട്. രാവണന്റെ കോട്ട ഗോപുരത്തിലായിരിക്കുന്നു ശിംശിവവൃക്ഷത്തണയിലായിരിക്കുന്ന സീതാദേവി ഇരിക്കുന്നത് ഞാനും കാണുന്നുണ്ട്. ആയതിനെ കൊണ്ട് നിങ്ങളായിരിക്കുന്നു സമുദ്രം ചാടിക്കടക്കണം, സീതാദേവിയെ കാണണം എന്ന വണ്ണം മുരളി പറയുന്ന ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു വാനരങ്ങൾ അങ്ങനെ കേട്ടറിയുന്ന കാലം അങ്ങനെ വാനരന്മാരങ്ങനെ കരഞ്ഞ് കമ്പനം പൊഴിയുന്നു ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു ജാമ്പവാനായിരിക്കുന്നു കണ്ടറിയുന്നു ഒരു നേരത്ത് മൂടനായി അരഹിരിക്കുന്ന ഹനുമാനെ കാണുമ്പോൾ ചോദിച്ചു, മകനെ, എന്തിനെ കൊണ്ടാണ് മകനെ, ഏതിനെ കൊണ്ടാണ് മകൻ നീ മൂടനായി അരയിരിക്കുന്ന കാര്യം എന്തെന്ന് ചോദിക്കുന്നു ഒരു നേരത്ത് ജാമ്പവാനരുളി പറഞ്ഞു, മകനെ, നിന്നോട് വലം കൈയാലല്ലേ ശ്രീരാമ ഭഗവാൻ അങ്കുലിയെ നൽകിയത് ഓർമ്മയില്ല മകനെ. നീയായിരിക്കുന്നു ലക്ഷനാളിലായിരിക്കുന്നു, നീയായിരിക്കുന്നു സൂര്യനെ വിഴുങ്ങുവാൻ ചെന്ന കാര്യം മറന്നുപോയോ മകനെ എന്ന വണ്ണമുട്ടുപട പറഞ്ഞു. ജാമ്പവാനായിരിക്കുന്നു ഹനുമാനുടെ പൂർവചരിതകഥകളായിരിക്കുന്നു പറഞ്ഞു കേൾപ്പിക്കുന്ന ഒരു നേരത്ത് ഹനുമാനായിരിക്കുന്നു ശാപമോഷങ്ങൾ കിട്ടുമ്പോ ഹനുമാനായിരിക്കുന്നു ശാപമോഷങ്ങളും കിട്ടി ഭഗവാനായിരിക്കുന്നു ശക്തി പ്രാപിക്കുന്ന ഒരു കാലത്ത് ജാമ്പുവാന് മുന്നിലായിരിക്കുന്നു ഹനുമാനായിരിക്കുന്നു ആകാശമൂട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു നേരത്ത് അപ്പോഴായിരിക്കുന്നു മകനോട് നിന്നരുളി പറഞ്ഞു, മകനെ, നീയായിരിക്കുന്നു സമുദ്രം ചാടിക്കടക്കണം, സീതാദേവിയുടെ വലങ്കയിലായിരിക്കുന്നു അങ്കുലം കൊണ്ട് കൊടുത്തു മകനെ, പെട്ടെന്ന് വഴി പോരണ മകനെ എന്ന വണ്ണം മുരളി
പോലെ പറയുന്ന ഒരു നേരത്ത് ജാമ്പവാനോടാണ് വാനരപ്പടകളോടും അണികുടായാത്തിൽ കൈവഴങ്ങി മകനായിരിക്കുന്നു. സമുദ്രം ചാടിക്കടക്കുവാൻ അങ്ങനെ നിലവ് നിൽക്കുന്ന കാലം. ഭഗവാൻ ഹനുമാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വരിക 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 വായന്തേ വരിക, എഴുന്നള്ളിട്ട് നല്ല വിളിയറ കേട്ട് വരിക വീരഹനുമ സ്വാമിയേ. വരിക 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 വായന്തേ വരിക തക തകതേ അച്ഛനെ നിനന്നിട്ട് അമ്മയെ നിനന്നിട്ട് വീരഹനുമാനെന്ന് ജാമ്പവാനോട് അണികുട യാത്ര ചൊല്ലി എടുത്തു ചാടി മകനെ. പറന്നു പോന്നു മകനെ, സമുദ്രത്തിന്റെ നല്ല മുകളിലോടെ മകനു പറന്നു പോകുന്നല്ലോ. സമുദ്രത്തിന്റെ നല്ല മുകളിലൂടെ മകനും പറന്നു ചെല്ലും നേരത്ത് അപ്പോഴേ വന്നു എതിർതടഞ്ഞു കണ്ടു സുരക്ഷാ രാക്ഷസിയെ. യോജന നല്ല വായ് തുറന്നു കണ്ടു സുരക്ഷാ രാക്ഷസിയെ. 20 യോജന നല്ല വണ്ണമായി തീർന്നു വീരഹനുമാനെന്ന്. യോജന നല്ല വായ് തുറന്നു കണ്ടു സുരക്ഷാ രാക്ഷസിയെ. 40 യോജന നല്ല വണ്ണമായി തീർന്നു വീരഹനുമാനെന്ന്. ഭഗവാൻ ഹനുമാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വായ് തുറന്നു കണ്ടു സുരക്ഷാ രാക്ഷസിയെ. പഴുക്കടക്കയോളം ചെറുതായി കണ്ടു വീരഹനുമാനെന്ന്. എടുത്തു ചാടി കണ്ടു വീരഹനുമാനെന്ന്. ചെവിയിലൂടെ നല്ല പുറത്തു ചാടുന്നല്ലോ വീരഹനുമാനെന്ന്.
വീരഹനുമാനു വഴിയാലെ വഴി പോരുമ്പോ സമുദ്രത്തിൽ നല്ല ഉയർന്നു വന്നു കണ്ടു മൈനാകമാണെന്ന്. മൈനാകത്തിനോട് അണികുട യാത്ര ചൊല്ലി വഴിയാലെ വഴി പോരുമ്പോ രാവണ തന്നുടെ നല്ല കോട്ടാമതിലിമേലെ പറന്നിരുന്നു മകനെ. അപ്പോഴേ വന്നു എതിർകളഞ്ഞു കണ്ടു ലങ്കാലക്ഷ്മിയെന്ന്. ഇടങ്കയാലെ നല്ല ലങ്കാലക്ഷ്മിയെ കൊണ്ട് അടിയടിച്ചു മകനെ. ഹനുമാനോട് നല്ല ഇടങ്കയാലയെന്ന് അടിയടിക്കുന്നൊരു നേരത്ത് ലങ്കാലക്ഷ്മിക്കങ്ങ് ശാപമോക്ഷങ്ങള് കിട്ടി കാണു നേരത്ത്. ശിവവൃക്ഷത്തണലിൽ സീതാദേവി മകനെ അറിയിരിക്കുന്നു മകനെ എന്നവണ്ണം പറഞ്ഞിട്ട് അണികുട യാത്ര ചൊല്ലി വഴിയാലെ വഴി പോരുമ്പോ ശിവവൃക്ഷത്തിന്റെ മുകളിലൂടെ അങ്ങ് പറന്നിരുന്നു മകനെ. രാമ 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 രാമമന്ത്രമോദി വീരഹനുമാനന്ദ. ഭഗവാൻ ഹനുമാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. രാമമന്ത്രം കേട്ടു സീതാദേവി അങ്ങ് കണ്ടറിയുന്നൊരു നേരത്ത് സീതാദേവിയുടെ അരിയിലോടെ അങ്ങ് വഴിയാലെ വഴി ചെല്ലുന്നേ. അങ്കുലിയാമേകി സീതാദേവിയോട് യാത്രയും പറഞ്ഞു മകനെ. കദളി വാഴത്തോട്ടം കടന്നു ചെല്ലുന്നല്ല വീരഹനുമാനന്ദ. കദളി വാഴത്തോട്ടം കടന്നു ചെന്നു കണ്ടു വീരഹനുമാനന്ദ. കദളി പടക്കെട്ടല്ല പറിച്ചു നിന്നു കണ്ടു പിച്ചപ്പടക്കി മകനെ. രാവണ കിങ്കരമാര് കണ്ടറിയുന്നു നല്ലൊരു നേരത്താണ് മകനെ. അക്ഷയകുമാരനൊത്ത് പടയിൽ വളർന്നാകുവാൻ വഴിയാലെ വഴി ചെല്ലുമ്പോ അക്ഷയകുമാരനുമൊത്ത് വീരഹനുമാനു യുദ്ധങ്ങൾ തുടങ്ങുന്നോടെ അക്ഷയകുമാരനെ കൊണ്ട് കുലയാല കുല ചെയ്തു
ബലവാനായ ഭഗവാൻ ഹനുമാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. രാവണ സന്നിധിയിൽ കൊണ്ടുചെന്നു മേഘനാഥനെന്ന് ബാലഞ്ഞുരുട്ടി വീരഹനുമാനു ഒപ്പത്തിനൊപ്പം രാവണ സന്നിധി സംവാദം തുടങ്ങി വീരഹനുമാനെ. രാവണനു മേഘനാഥനോട് പറഞ്ഞു കാണുന്നല്ലോ, വാനരന്റെ ശക്തി ബുദ്ധി വാലിലാണ് മകനെ. വാലിൽ നീ കുടിയാലെ ചുറ്റി അഗ്നി കൊടുത്തു മകനെ. ഹനുമാന്റെ നല്ല വാലിൽ കൊണ്ടങ്ങ് ചുറ്റും നേരത്ത് രാവണന്റെ കോട്ടയിലങ്ങനെ ഇലവോ നിന്നു മകനെ. എണ്ണയിൽ മുക്കി വാലിൽ കൊണ്ടങ്ങ് തീ കൊടുത്തു മകനെ. രാവണന്റെ കോട്ടയിലങ്ങനെ എടുത്തു ചാടി മകനെ. രാവണന്റെ 10 വീശയും കത്തിച്ചു മകനെ. രാവണന്റെ കോട്ട ഗോപുരം കത്തിച്ചു മകനെ. മണ്ടോദരിയുടെ മണിമാളികള് കത്തിച്ചു മകനെ. മണിമാലകള് കൊട്ടാരങ്ങള് കത്തിച്ചു മകനെ. ലങ്കാദഹനം ചെയ്തു കഴിഞ്ഞു വീര